രണ്ടുപേരുകളില്ല. ഈ രണ്ടാമത്തെ സിനിമയിൽ സംസ്കൃതത്തിൻ്റെ 3 പദങ്ങളാണ്: സപ്തമ, ശ്രീ, തസ്കര. ആദ്യത്തെ സിനിമയിൽ കാതം മലയാളത്തിലുള്ളൊരു വാക്ക് തന്നെയാണ്. കാതം ഒരു മെഷർമെൻ്റ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. പേര് ഒരു വ്യത്യാസത്തിലുള്ള പേരുകൾ ഇടുക, അതാണ് പിന്നെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഇത്രത്തോളം ആ പേരുകളെ പറ്റിയിട്ട് ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ആദ്യം തന്നെ അതായത് ഒരു സിനിമേൻ്റെ എൻ്റെ ഒരു വിശ്വാസം, ഒരു പേരാണ് അതിൻ്റെ ആദ്യത്തെ പബ്ലിസിറ്റി തുടങ്ങണത്. ഈ പേര് കേട്ട് കഴിഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്തായാലും ഉണ്ടാവും. അപ്പോൾ നോർത്ത് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അതിലുള്ള ക്യാരക്ടറിൻ്റെ, ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് പോകാൻ 24 കാതം, അതാണ് അതിൻ്റെ അർത്ഥം. സപ്തമശ്രീ എന്ന് പറഞ്ഞാൽ ശരിക്കും ജെന്യുൻലി അതൊരു ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ട പേര് തന്നെയാണ്. സംസ്കൃതത്തിൽ ശരിക്കും അങ്ങനെ ഒരു സെൻറ്റൻസ് ഒന്നുമില്ല. അപ്പം അതിനാണ് സപ്തമ കഴിഞ്ഞിട്ട് കുത്തിട്ടുണ്ട്, ശ്രീ കഴിഞ്ഞിട്ട് കുത്തിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പേരുകൾ ഇട്ടത്. സാറ്റിസ്ഫാക്ഷൻ പല രീതിയിലാണ്. എടുക്കുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ ഒന്നാണ്, നമ്മൾ വിചാരിച്ചത് കിട്ടുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ വേറെ ഒന്നാണ്, ഫൈനലി ആ ഒരു എൻഡ് പ്രൊഡക്റ്റ് കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം വേറെയാണ്. ഇതിനൊക്കെ പറഞ്ഞ അവസാനം പിന്നെ ഇത് കണ്ടിട്ട് അതിൻ്റെ പ്രേക്ഷകർ ആരാണെന്ന് വെച്ചാൽ അവർക്ക് അത് സന്തോഷമാണ്, അത് വേറൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ പല രീതിയിലാണ് സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് അധികം സറ്റാരിക്കൽ എന്നല്ല, എനിക്ക് പണ്ട് മുതൽക്ക് ഫീൽ ഗുഡ് സിനിമകൾ നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ ആദ്യത്തെ 2-3 ഒരു ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യാമെന്നാണ് എൻ്റെ ഉദ്ദേശം. അതായത് ഒരു ലൈറ്റ് ഹാർട്ടഡ് കോമഡിയോ അങ്ങനത്തെ സിനിമകൾ. അതിൽ സറ്റാരിക്കലാണെങ്കിൽ അങ്ങനെ ഇല്ല. ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ സിനിമകൾ, ന്യൂ ജനറേഷൻ എന്താണെന്ന് ഇതുവരെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം എനിക്കിപ്പോഴും അറിയില്ല. കാരണം എല്ലാ ജനറേഷനിലും എല്ലാ കാലഘട്ടങ്ങളിലും പുതിയ തരത്തിലുള്ള സിനിമകൾ വന്നിരുന്നു. അപ്പോൾ അന്നൊന്നും തന്നെ ന്യൂ ജനറേഷൻ എന്നൊന്നും വിളിച്ചിരുന്നില്ല. അപ്പോൾ ഈയിടെയായിട്ട് മാത്രമാണ് അതിനെ ഇങ്ങനത്തെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം പണ്ടും ഫാമിലി മൊത്തം പോയിട്ട് കാണാൻ പറ്റാത്ത സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഇപ്പം വന്നിട്ടുള്ളൊരു ഇതല്ലേ. പറഞ്ഞ പേര് കമൽ സാറായാലും മേനോൻ സാറായാലും അവർ രണ്ടുപേരും അവരുടെ സിനിമകൾ ആ ഒരു രീതിയിലുള്ള സിനിമകളായിരുന്നില്ല, പക്ഷെ ഡിഫറെൻറ്റ് സിനിമാസ് ആയിരുന്നു. ഇപ്പം മേനോൻ സാറിൻ്റെ കലിക, പിന്നെ ഇഷ്ടമാണ്, എല്ലാവരും ഒരു വേറെ ടൈപ്പ് ഓഫ് മൂവീസ് ആയിരുന്നു. പക്ഷെ അവരുടെ ഒരു ജോണർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള സിനിമകളല്ല. അപ്പോൾ അതിലെ പ്രയോഗങ്ങൾ അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദ മേക്കർ. എന്താണ് അയാളുടെ ഇപ്പോഴത്തെ മേക്കർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിനങ്ങനത്തെ പ്രയോഗങ്ങൾ വേണമെങ്കിൽ അവർ ഉപയോഗിക്കാതിരിക്കാം. അപ്പോൾ അത് ഒരു പഴയ മേക്കറിന് അങ്ങനെ ചെയ്തിരുന്ന അങ്ങനെയൊന്നുമല്ല. പണ്ടത്തെ മേക്കേഴ്സ് അങ്ങനത്തെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പണ്ട് A സർട്ടിഫിക്കറ്റുള്ള ഇഷ്ടമായൊരു സിനിമകൾ വന്നിരുന്നു, അത് ഹിറ്റുമായിരുന്നു. 70s അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 90s അതിൻ്റെ അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ സിനിമാസൊക്കെ വരാറുണ്ടായിരുന്നു, വന്നിട്ടുമുണ്ട്. അപ്പോൾ ഒരു യങ്സ്റ്റേഴ്സ് മാത്രമൊന്നുമല്ല സിനിമ കാണുന്നത്, എല്ലാവരും കാണുന്നുണ്ട്. അപ്പം അത് ടൈപ്പ് ഓഫ് മൂവി അനുസരിച്ചിട്ടിരിക്കും. ഇപ്പം എൻ്റെ നോർത്ത് 24 അതും എല്ലാതരം ഓഡിയൻസ് പോയി കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനത്തെ കുറേ ചില സിനിമകളുണ്ട്, അത് യങ്സ്റ്റേഴ്സ് മാത്രമേ കണ്ടിരുന്നു. അപ്പം ഓഡിയൻസ് പഴയതും ഇപ്പോഴത്തും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടൊന്നുമില്ല. ഇത് ഒന്നാമത് എന്താ വെച്ചാൽ സിനിമേനെ പറ്റിയിട്ടുള്ള നോളജ് കൂടി. അതായത് എൻ്റെ ഒന്നും ചെറുപ്പത്തിലുള്ള ആരും അങ്ങനെ കൊറിയൻ സിനിമകളോ അല്ലെങ്കിൽ അങ്ങനെ, അതായത് ഫോറിൻ സിനിമാസ് അത് അങ്ങനെ വളരെ കൂടുതലായിട്ടൊന്നും കണ്ടിരുന്നൊന്നുമില്ല.
ചില ഫിലിം മേക്കേഴ്സ് ഉണ്ട്, അവരുടെ സിനിമകളാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഈ ലോകത്തിൽ എവിടുത്തെ വേണമെങ്കിലും ഏത് സിനിമ വേണമെങ്കിലും കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കുറേ സിനിമകൾ കാണുന്നതുകൊണ്ട് യങ്സ്റ്റേഴ്സും എല്ലാവരും ഇങ്ങനെ സിനിമകൾ കാണുന്നതുകൊണ്ട് അവർക്കുള്ള സിനിമേനെ പറ്റിയിട്ടുള്ള അറിവ് കൂടി, സിനിമേനെ അവർ നന്നായി വിലയിരുത്താൻ തുടങ്ങി. അതാണ് ഈ അഭിപ്രായങ്ങൾ എഴുതുന്നത്. പിന്നെ ഈ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് വളരെ മോശമാണ്. ഈ ഫാൻസിൻ്റെ ഇപ്പോഴത്തുള്ള ഈ അതായത് ഈ സോഷ്യൽ നെറ്റ്വർക്ക് കൂടെയുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, അത് ഒരു വളരെ ഹെൽത്തി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കറിയാം, ഞാനിപ്പോൾ ഇതിലുള്ള ആക്ടേഴ്സിൻ്റെയൊക്കെ കൂടെ ഞാൻ ചെയ്യും, അവർക്ക് തമ്മിൽ ഇങ്ങനത്തെ യാതൊരുവിധ ആനിമോസിറ്റീസ് ഒന്നുമില്ല. ഇത് പക്ഷേ ഇവർ ഇതുണ്ടാക്കിയോണ്ട് അവർ തമ്മിൽ തല്ലണമെന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കില്ല. കാരണം ഈ ആക്ടേഴ്സ് തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പം സോഷ്യൽ മീഡിയ സിനിമേനെ പറ്റി അവർക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, അതിനെ പറ്റിയിട്ട് അതിൻ്റെ റിവ്യൂസ് എഴുതാം. പക്ഷെ ഇങ്ങനെ ഒരു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീഗ്രേഡ് ചെയ്യണം, അങ്ങനത്തെ ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു എളിയ ഉപദേശം. കാലം മാറുന്നതോടും ആ ടെക്നോളജിയും എല്ലാം അതിൻ്റെ അനുസരിച്ചിട്ട് മുന്നോട്ട് പോവാണ്. അപ്പം ഇനി അടുത്തത് വേറെ എന്തൊക്കെയാണ് വരാൻ പോകണമെന്ന് അറിയില്ല. അപ്പം അതൊന്നും നമുക്ക് തടുക്കാൻ വേണ്ടായിരുന്നില്ല, അങ്ങനെയൊന്നും വിചാരിക്കാൻ പറ്റില്ല. അപ്പം ഇലക്ട്രിസിറ്റി വന്നിട്ട് ആദ്യമൊക്കെ പലരും ഷോക്ക് അടിച്ച് മരിച്ചിട്ടൊക്കെയുള്ള കഥകളൊക്കെ കേൾക്കുന്നു. അപ്പം അതുകൊണ്ട് പക്ഷേ ഇലക്ട്രിസിറ്റി നിലച്ച് പോയിട്ടൊന്നുമില്ല. അപ്പം അതുമാതിരി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയണത്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, പലതും ഉണ്ടല്ലോ, അതൊക്കെ അത് ഇനിയും അഡ്വാൻസ് ചെയ്യാൻ ഇരിക്കണേ ഉള്ളൂ. അതൊന്നും നമുക്ക് ഒരിക്കലും വേണ്ടാന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇല്ലേ, ഞാൻ ഈ പ്രതീക്ഷ ഒന്നും വെച്ചിട്ട് ഞാൻ ഒരിക്കലും സിനിമ, ഞാൻ 1-2 കാര്യങ്ങളാണ്. അത് പ്രതീക്ഷ, പിന്നെ രണ്ടാമത്തത് ടെൻഷൻ. അതായത് എനിക്കറിയണ സിനിമ ഞാൻ ചെയ്യും. അത് ചെയ്യണ സമയത്ത് ഞാൻ ഒരിക്കലും ടെൻഷൻ കാണിക്കാറില്ല. പിന്നെ ഇത് വലിയ ഹിറ്റാവും, അവാർഡുകൾ വാങ്ങുന്ന അങ്ങനത്തെ പ്രതീക്ഷയും വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. ഒരിക്കലും പ്രഷറൊന്നും ഞാൻ ഫീൽ ചെയ്യാറുമില്ല.